സമഗ്ര മുന്നേറ്റത്തിലൂടെ സമ്പൂർണ്ണ വികസനം, അതാണ് എൻ്റെ മുദ്രാവാക്യം. 2020 ഞാൻ കൊടുത്ത വാഗ്ദാനങ്ങൾ 3 വർഷം കൊണ്ട് സമ്പൂർണ്ണമായി നിർവഹിച്ച നെൽനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഏക മെമ്പറാണ് ഞാൻ. വോട്ടർമാരുടെ വീടുകളിൽ നേരിട്ടെത്തി അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് മറ്റ് മെമ്പർമാരിൽ നിന്നും എന്നെ വ്യത്യസ്തമാക്കുന്നത്. എൻ്റെ പേര് മാണിക്യമംഗലം ബാബു. വെഞ്ഞാറമൂട് നെല്ലനാട് ഗ്രാമപഞ്ചായത്തിലെ മാണിക്യമംഗലം വാർഡിൽ 2020 മത്സരിച്ച് വിജയിച്ച മെമ്പറാണ്. സമഗ്ര മുന്നേറ്റത്തിലൂടെ സമ്പൂർണ്ണ വികസനം, അതാണ് എൻ്റെ മുദ്രാവാക്യം. 2020 ഞാൻ കൊടുത്ത വാഗ്ദാനങ്ങൾ 3 വർഷം കൊണ്ട് സമ്പൂർണ്ണമായി നിർവഹിച്ച നെൽനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഏക മെമ്പറാണ് ഞാൻ. അതിനുശേഷം ഉണ്ടായ റോഡിൻ്റെ വികസനങ്ങളും അതുപോലെ തന്നെ ക്ഷേമ പരിപാടികളും എല്ലാം തന്നെ സമ്പൂർണ്ണമായി ചെയ്തു തീർത്തിട്ടുണ്ട്. വാതിൽപ്പടി സേവനമാണ് ഞാൻ മുഖ്യമായി ചെയ്തുകൊണ്ടിരുന്നത്. വോട്ടർമാരുടെ വീടുകളിൽ നേരിട്ടെത്തി അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ മറ്റ് മെമ്പർമാരിൽ നിന്നും എന്നെ വ്യത്യസ്തമാക്കുന്നത്. അഴിമതിരഹിതമായ ഭരണം നടത്തുന്നതിന് വേണ്ടി വാർഡ് നിവാസികളുടെ മൊത്തം മൊബൈൽ നമ്പർ എടുത്ത് പ്രത്യേകം വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുകയും അതിലൂടെ സർക്കാരിൽ നിന്നും ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും നമുക്ക് വോട്ടർമാർക്ക് അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടുകയും അത് അർഹതപ്പെട്ട ആളുകളുടെ കയ്യിലെത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേമ പെൻഷനുകൾ അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും നേരിട്ടെത്തി അപേക്ഷ സമർപ്പിച്ച് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ മസ്റ്ററിങ്, ശാരീരിക ശേഷിയില്ലാത്തവർക്കും രോഗാവസ്ഥയിൽ കിടക്കുന്നവർക്കും എല്ലാ സീസണുകളിലും കുറഞ്ഞത് 100 പേർക്കെങ്കിലും വീട്ടിൽ വന്ന് മസ്റ്ററിങ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്, ലൈഫ് സർട്ടിഫിക്കറ്റ് എന്നിവ ഞാൻ തന്നെ സംഘടിപ്പിച്ച് പഞ്ചായത്തിൽ ഏൽപ്പിച്ച് അവർക്ക് നല്ല ആനുകൂല്യം മുടങ്ങാതെ കിട്ടുന്നതിനുള്ള എല്ലാ കർമ്മ പദ്ധതികളും ചെയ്തിട്ടുണ്ട്. ഡാമേജുള്ള സകല റോഡുകളും പുനർനിർമ്മിക്കുകയും അതോടൊപ്പം മഡ് റോഡുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കേടായ നടപ്പാലം പുനർനിർമ്മിച്ച് മിനി ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ആശാ വർക്കർ, ഹരിതകർമ്മസേന, ആരോഗ്യസേന എന്നിവരെ ഒപ്പം നിർത്തി അതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും അവരുടെ വീടുകളിൽ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. ലക്ഷം വീട്ടിൽ ജനങ്ങൾ മുൻകാലങ്ങളിൽ ചെയ്തു കൊടുക്കാത്ത എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുത്ത് അവരെ ഒപ്പം നിർത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിന് മുന്നിട്ടിറങ്ങി അവരെ ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന മറ്റ് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. വയസ്സായ ആളുകൾക്ക്, അതായത് SC-യിൽപ്പെട്ടതും ജനറൽ വിഭാഗത്തിൽപ്പെട്ടതുമായ 60 വയസ്സ് കഴിഞ്ഞ പാവപ്പെട്ട എല്ലാവർക്കും തന്നെ സൗജന്യമായി കട്ടിൽ വിതരണം നടത്തിയിട്ടുണ്ട്. SC-ക്കും അതുപോലെ തന്നെ കട്ടിൽ വിതരണം, വാട്ടർ ടാങ്ക്, വിദ്യാർത്ഥികൾക്ക് പഠനമുറി, അതിന് 2 ലക്ഷം രൂപയാണ് സൗജന്യമായി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും സൗജന്യമായി കൊടുക്കാനുള്ള പദ്ധതി രൂപീകരിച്ച് അവർക്ക് കൊടുത്തിട്ടുണ്ട്. സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ നിന്ന് 18 ലക്ഷം വീടിലുള്ള എല്ലാ ജനങ്ങൾക്കും വീട് മെയിൻ്റനൻസ്, സമ്പൂർണ്ണമായ വീട് മെയിൻ്റനൻസ് ആണ് ജനറൽ SC വിഭാഗത്തിലുള്ളവർക്ക്. മണ്ണും വീടും പദ്ധതിയിൽ ഇനി 2 പേർക്ക് മാത്രമാണ് ഇനി നൽകാനുള്ളത്. അത് ഇലക്ഷന് മുമ്പ് തന്നെ അവർക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ അതിൻ്റെ പേപ്പർ വർക്കുകൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ വീട് ആവശ്യമുള്ള 1 ആൾ മാത്രമാണ് ഇനി ആ ലിസ്റ്റിൽ അവശേഷിച്ചിട്ടുള്ളത്. അവർക്കും ഉടൻ തന്നെ വീട് ലഭ്യമാക്കുന്നതാണ്. എല്ലാ വീടുകളിലും കക്കൂസ് മെയിൻ്റനൻസിന് ഫണ്ട് സൗജന്യമായി നൽകിയിട്ടുണ്ട്. ആവശ്യക്കാർക്ക് എല്ലാം തന്നെ പുതിയ കക്കൂസുകൾ ലഭ്യമാക്കി കൊടുത്തിട്ടുണ്ട്. തുടർന്ന് ഞാൻ നെൽനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ മാണിക്യമംഗലം വാർഡിൻ്റെ തൊട്ടടുത്തുള്ള പുതൂർ വാർഡിലാണ് മത്സരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ടിക്കറ്റിലാണ്
ഞാൻ പുതൂർ വാർഡിൽ സ്ഥാനാർത്ഥിയായി വരുന്നത്. മാണിക്യമംഗലം വാർഡിൽ ചെയ്ത വികസനത്തിൻ്റെ തുടർ പദ്ധതി എന്നോളം പുതൂർ വാർഡിലും സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ സഞ്ചാരയോഗ്യമാക്കി മാറ്റുന്നതിനും പുതുതായി നിർമ്മിക്കേണ്ടിയിരിക്കുന്ന ഇടങ്ങളിൽ പുതിയ റോഡുകൾ നിർമ്മിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിൽ അർഹരായ ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് ക്ഷേമ പദ്ധതികൾ അവരുടെ അർഹതപ്പെട്ടവർക്ക് അത് എത്തിച്ചു കൊടുക്കുന്നതിനും അതോടൊപ്പം തന്നെ ഒരു വലിയ മാണിക്യമംഗലം വാർഡിനേക്കാൾ വലിയ ഒരു കോളനിയാണ് പുതൂർ വാർഡിലുള്ളത്. അവരുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിക്കാനായിട്ടാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. സമൂഹത്തിൻ്റെ മുൻനിരയിൽ കൊണ്ടുവരുന്നതിനും അവിടെ റെസിഡൻസ് അസോസിയേഷൻ പോലെയുള്ള പദ്ധതികൾ ആരംഭിച്ച് അവരുടെ കലാവാസനകൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതിനും പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട്. പിന്നോക്കം നിൽക്കുന്ന എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും എല്ലാ രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും സമൂഹത്തിൻ്റെ മുൻനിരയിൽ കൊണ്ടുവരുന്നതിനും അതോടൊപ്പം തന്നെ അവരുടെ കലാവാസനകൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നതിനും സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നതിനുള്ള എല്ലാ സമഗ്രമായ പദ്ധതികളും ഞാൻ ആവിഷ്കരിച്ച് വച്ചിട്ടുണ്ട്. അവിടെ അതോടൊപ്പം തന്നെ മറ്റ് വാർഡുകളിലും ഈ ക്ഷേമ പരിപാടികൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മറ്റു വാർഡുകളിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ടാണ് നെൽനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ 18 വാർഡുകളിലും BJPയുടെ സ്ഥാനാർത്ഥികളെ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. മറ്റ് വാർഡുകളിലേക്ക് ഒരു മാതൃകയാകത്തക്ക രീതിയിലാണ് ക്ഷേമ പരിപാടികൾ മാണിക്യമംഗലം വാർഡിൽ ചെയ്തിട്ടുള്ളത്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് അതിൻ്റെ ബോധവൽക്കരണം നടത്തി ഒപ്പം നിർത്തിക്കൊണ്ട് തന്നെ സമഗ്രമായ മുന്നേറ്റത്തിലൂടെ സമ്പൂർണ്ണ വികസനം എന്ന ലക്ഷ്യം പ്രാപ്തമാക്കുന്നതിന് വേണ്ടി ഞാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ക്ഷേമ പരിപാടികൾ എല്ലാവരും അർഹതപ്പെട്ട എല്ലാ പേരുടെയും കൈകളിൽ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പ് ഞാൻ രൂപീകരിച്ചിട്ടുള്ളത്. ഇത് നെൽനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ 18 വാർഡുകളിലും മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥികളുടെ അവരെ തന്നെ ബോധവൽക്കരണം ചെയ്തിട്ടുണ്ട്. സമ്പൂർണമായ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. കാലാകാലങ്ങളിൽ LDF UDF ആണ് നെൽനാട് ഗ്രാമപഞ്ചായത്തിൽ ഭരണം നിർവഹിച്ചിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് നാളിതുവരെ അവിടെ ഭരണം ലഭിച്ചിട്ടില്ല. ജനങ്ങൾ മടുത്ത LDF UDF ഭരണത്തിന് എതിരെ 18 സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ച് അധികാരത്തിൽ വന്ന് അവർക്ക് നെൽനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ മുഴുവൻ ജനങ്ങൾക്കും ക്ഷേമ പദ്ധതികളിൽ അംഗമാക്കിക്കൊണ്ട് എല്ലാ വികസന പരിപാടികളിലും നേരിട്ട് ഇടപെടുന്നതിനുള്ള പദ്ധതിയാണ് ഭാരതീയ ജനതാ പാർട്ടി നെല്ലനാട് പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. എൻ്റെ സമ്പൂർണ്ണമായ വിജയത്തിലേക്ക് വേണ്ടിയിട്ട് എല്ലാ വാർഡുകളിലെയും ജനങ്ങളുടെയും വോട്ടർമാരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.